നമസ്കാരം. ആഴ്സണൽ വേഴ്സസ് വോൾസ് ഈ പ്രീമിയർ ലീഗ് ഗെയിമിൻ്റെ മാച്ച് റിവ്യൂ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ആഴ്സണൽ 2-1 ജയിച്ച കളി. ഞാൻ ആക്ച്വലി ഈ കളി ലൈവ് കണ്ടില്ല. ഞാനൊരു ഫംഗ്ഷനിലായിരുന്നു, ഞാൻ ലൈവ് കാണാൻ പറ്റിയില്ല. അതാണ് ഇതിന് ഇത്തിരി സമയമെടുത്തത്. ഞാൻ പിന്നീട് റെക്കോർഡിങ് കണ്ടിട്ടാണ് ഇത് സംസാരിക്കുന്നത്. ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാണാതിരുന്നത് നന്നായെന്ന് തോന്നി. കാരണം ലൈവിലി കണ്ടിട്ട് നമുക്ക് പെട്ടെന്നൊരു ദേഷ്യവും ടെൻഷനും ഒക്കെ വരില്ലേ, അത് ഒഴിവാക്കാൻ പറ്റി റെക്കോർഡിങ് കണ്ടപ്പോൾ. ഞാൻ പിന്നീട് പലരുടെയും അഭിപ്രായം കണ്ടതിന് ശേഷമാണ് പിന്നീട് റെക്കോർഡിങ് കാണുന്നത്. അതായത് ഓൺലൈനിൽ നമ്മൾ ട്വിറ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമായിരുന്നു ഓക്കെ കളി മോശമാണെന്നുള്ളത്. അപ്പോൾ ഓക്കെ, ഗെയിമിലേക്ക് പോവാം. 2-1 ജയിച്ച കളിയാണ്. ഈ കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻലി 3 പോയിന്റ് കിട്ടിയെന്നുള്ളത് തന്നെയാണ് സംഭവം. ഈ 3 പോയിന്റ് കിട്ടിയില്ലായിരുന്നു, തോറ്റു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഴ്സണൽ സെക്കൻഡ് പൊസിഷനിൽ നിന്നായിരുന്നു. ഇതിപ്പോൾ കിട്ടിയ കാരണം ആഴ്സണൽ ഈ സ്റ്റിൽ സ്റ്റേസ് ഓൺ ടോപ്പ്. അതർവൈസ് സിറ്റി അല്ലെങ്കിൽ സിറ്റി കവർ ചെയ്തിരുന്നു ആഴ്സണലിനെ. വില്ല തന്നെ തൊട്ട് പിന്നാലെയുണ്ട്. കളിയിൽ 2 ഗോൾ വന്നതും സെക്കൻഡ് ഹാഫിലാണ് ആഴ്സണലിൽ. അത് രസം എന്താണെന്നുണ്ടെങ്കിൽ 2 ഗോളും ഓൺ ഗോൾസാണ്. 70th മിനിറ്റ്സിൽ അവരുടെ ഗോൾ കീപ്പർ ഒരു ഓൺ ഗോൾ. അത് ബേസിക്കലി ഒരു 2 സീസൺസ് ബാക്ക് ആസ്റ്റൺ വില്ലയിലും എമി മാർട്ടിനസിന് പറ്റിയ സെയിം ടൈപ്പ് ഗോൾ തന്നെയാണ് ഇതിൽ സാം ജോൺസന് പറ്റിയത്. സാക്കയുടെ ഒരു കോർണർ ബാറിൽ കെട്ടിയിട്ട് തിരിച്ച് എങ്ങനെ തലയിൽ കെട്ടിയിട്ട് ഗോളായത്. അതുവരെ കംപ്ലീറ്റ്ലി ഒരു ലോ ഡിഫൻസായിട്ട് ലോ ബ്ലോക്ക് ഇട്ട് നിന്ന് ബസ് പാർക്ക് ചെയ്ത് നിന്ന വോൾസ് സഡൻലി അതിന് ശേഷം ഒന്ന് ഉഷാറാവുന്നതും ആഴ്സണലിൽ പിന്നാക്കം പോകുന്നതാണ് കണ്ടത്. ഇവർ തിരിച്ച് ഗോൾ അടിച്ച വോൾസ് അതിനുശേഷം ആഴ്സണലിൽ 90th മിനിറ്റിലാണ് വോൾസ് ഗോൾ അടിക്കുന്നത്. 94th മിനിറ്റിലാണ് ആഴ്സണലിൽ സെക്കൻഡ് ഗോൾ അടിക്കുന്നത്. അതും വേറൊരു ഓൺ ഗോളിലാണ് പോയത്. സ്റ്റാറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഴ്സണലിന് നല്ല പൊസിഷൻ ഉണ്ടായിരുന്നു. 69% പൊസിഷൻ ഉണ്ടായിരുന്നു. കൺട്രോൾ, പൊസിഷൻ എന്ന് പറയുമ്പോൾ നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു. പക്ഷേ പൊസിഷൻ കൊണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആഴ്സണലിന് ഒരു 16 ഷോട്ട് ഉണ്ടായിരുന്നു, വോൾസിന് 3 ഷോട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഓൺ ടാർഗറ്റ് 2 ടീമിന് 2 ഷോട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ ബേസിക്കലി. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ വോൾസിൻ്റെ ഡിഫൻസ് എത്രയോ നല്ലതായിരുന്നു എന്ന് പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ ആഴ്സണലിന് ഒരു ഷോട്ട് പോലും ഓൺ ടാർഗറ്റ് ഉണ്ടാവില്ല. ഇത് 2 സംഭവം ഒരേപോലെ നടന്ന. കഴിഞ്ഞ ആഴ്ച യുണൈറ്റഡിൻ്റെ അടുത്ത് 4-1 തോറ്റ ടീമാണ് വോൾസ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. യുണൈറ്റഡിൻ്റെ അടുത്ത് കളിച്ച പോലെയല്ല വോൾസ് ആഴ്സണലിൻ്റെ അടുത്ത് കളിച്ചത്. യുണൈറ്റഡിൻ്റെ അടുത്ത് ഈ ലോ ബ്ലോക്ക് ഇട്ടിട്ട് നിന്നിട്ടൊന്നുമില്ല. അവർ കളി ജയിക്കാൻ വേണ്ടി ഒരു കളിയാണ് കളിച്ചത്. ഇതിൽ ശരിക്കും അവർ ലോ ബ്ലോക്ക് ഇട്ട് കളിച്ചിട്ടുണ്ട്. ആഴ്സണലിൻ്റെ XG വളരെ ലോ ആയിരുന്നു, 1.1 ആയിരുന്നു ഡെസ്പൈറ്റ് ഈ ഡോമിനൻസ്. ബേസിക്കലി ഈ സെറ്റ് പീസസ് ആണ് കളി ഡിസൈഡ് ചെയ്തത്. ആഴ്സണലിൻ്റെ ഗോൾ വന്നതും സെറ്റ് പീസ് തന്നെയാണ്. ഇപ്പോൾ ആഴ്സണൽ ഈ പ്രീമിയർ ലീഗ് സീസണിൽ വേറെ ഏത് ടീമിനേക്കാളും കൂടുതൽ സെറ്റ് പീസിൽ ഗോൾ അടിച്ചിട്ടുള്ളതാണ്. 11 ഗോളും മൊത്തം ആഴ്സണലിൽ അടിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ആ 11-ൽ 9 ഗോൾസും കോർണേഴ്സിലാണ് വന്നിരിക്കുന്നത്. ആഴ്സണലിൻ്റെ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ എന്ന് പറയുന്നത് സാക്ക തന്നെയാണ്. നന്നായിട്ട് കളിച്ച സാക്കയാണ് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. പുള്ളിയുടെ നല്ല ക്രോസാണ്. പുള്ളിയുടെ ക്രോസ് നിന്നാണ് 2 ഗോളും വന്നത്. ടാക്ടിക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആഴ്സണലിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് സ്റ്റബോൺ ലോ ബ്ലോക്ക് ടീമായിട്ട് കളിക്കുമ്പോൾ ആഴ്സണലിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ആഴ്സണൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് കൂടുതലും ആഴ്സണൽ കുറച്ചുകൂടി ക്വിക്കായിട്ട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഴ്സണൽ ബെറ്റർ ആയിരുന്നു. ഇത് വളരെ സ്ലോ ആയിട്ടാണ് ആഴ്സണൽ ക്രോസ് മൂവ് ചെയ്യാൻ നിൽക്കുന്നത്. മറ്റേ ഡിഫെൻഡ് ചെയ്യുന്ന ടീമിന് വളരെ ഈസിയാണ് ആക്ച്വലി എവിടെയാണ് എങ്ങനെയാണ് വരുന്നുള്ളത്. നമുക്ക് കുറച്ചുകൂടി അൺപ്രഡിക്റ്റബിലിറ്റി വേണം. ഫോർവേഡ് ലൈനിൽ മൂവ്മെൻറ്റ് ഉണ്ട് എങ്കിൽ കുറച്ച് മൂവ്മെൻറ്റ് കുറവായിരുന്നു എനിക്ക് തോന്നിയത്. ഇങ്ങനത്തെ ഗെയിംസ് ഇങ്ങനെ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീംസിൻ്റെ അടുത്ത് കിട്ടണ ചാൻസ് മുതലാക്കാൻ നോക്കണം. അതവർ ചെയ്യാൻ നോക്കിയില്ല, മുതലാക്കാൻ നോക്കിയില്ല. ആഴ്സണലിൻ്റെ ഫോർവേഡ് ലൈൻ ശരിക്കും ചാൻസസ് ഒന്നും ക്ലിയർ കട്ട് ചാൻസസ് ഉണ്ടാക്കണ്ടായിരുന്നില്ല. 16 ഷോട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ആ കൂടി 2 ഷോട്ടേ ബേസിക്കലി ഓൺ ടാർഗറ്റ് ഉണ്ടാവുള്ളൂ. അത് ഒരു പ്രോബ്ലം തന്നെയാണ്. ഇപ്പോൾ പറയുമ്പോൾ ആഴ്സണലിൻ്റെ ഫ്രണ്ട് 3 ഈ ഗെയിമിലത്തെ ഫ്രണ്ട് 3 എന്ന് പറയുന്നത് മാർട്ടിനെല്ലിയും സാക്കും യോക്കറസ് ആയിരുന്നു. എന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഹെവി റിലയൻസ് ആയിരുന്നു സാക്കയുടെ മേത്ത്. പിന്നെ ബെൻ വൈറ്റ് പോയതൊരു വലിയൊരു അടിയായി. കാരണം ബെൻ വൈറ്റും സാക്കും ആ വിങ്ങിന് നല്ലൊരു ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടീസ് ആയിരുന്നു. ടിംബ് ഈസ് എ ഗുഡ് ഡിഫൻഡർ, ബട്ട് ബെൻ വൈറ്റിൻ്റെ പോലെ ഓവർലാപ്പ് ചെയ്തിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യുന്നില്ല.
പിന്നെ ആഴ്സണലിന് ഡിഫെൻസീവ് വറീസ് ഉണ്ട്. അതായത് ഈ കഴിഞ്ഞൊരു 2-3 കളികളായിട്ട് സാധാരണഗതിയിൽ ഒരു ആർട്ടറ്റ ടീം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടറ്റ ടീമിൻ്റെ സെൻട്രലിൽ കൂടെ വെർട്ടിക്കലായിട്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റാറില്ല ഒരു ടീമിനും. ആഴ്സണലിൽ പരമാവധി ആ സെൻട്രൽ ലൈനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് സൈഡിലേക്ക് വിങ്ങിന്ന് അറ്റാക്ക് ചെയ്യാൻ ആ ടീമിനെ അലൗ ചെയ്യാറുള്ളൂ. കാരണം അത് റിസ്ക് കുറവാണ് അതിൽ. പക്ഷേ കഴിഞ്ഞ 2 കളിയായിട്ട് ആസ്റ്റൺ വില്ലയും വോൾസിനും കൂളായിട്ട്, ഈവൻ ക്ലബ് ബ്രൂഷ് അടക്കം ആക്ച്വലി കൂളായിട്ട് മിഡിൽ ലൈനിൽ കൂടെ വന്നിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ ആടത്തെ പറയുന്നുണ്ട്, ഓക്കെ കോച്ചിങ് ഒന്നും നടക്കാറില്ല കാരണം എവറി 3 days കളി നടക്കുകയാണ്. അപ്പോൾ നേരം കോച്ചിങ് ഒന്നും നടക്കാറില്ല. പിന്നെ ഇത്രയും കളികൾ അടുപ്പിച്ച് വന്നതിൻ്റെ ഒരു ടയർഡ്നെസ്സും ആയിരിക്കാം ഈ കോൺസെൻട്രേഷൻ ലാപ്സ് എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ കളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 week ഗ്യാപ്പ് ഉണ്ട് അടുത്ത കളിക്ക്. അപ്പോൾ ആ ഒരു പ്ലെയേഴ്സിന് കുറച്ചുകൂടി റിജുവിനേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസാണ് ആക്ച്വലി ഈ വീക്ക്. യോക്രസ് ഗെയിമിലൊരു ഇമ്പാക്റ്റ് കൊടുക്കാനായിട്ട് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഒരു ബോൾ കിട്ടിയ ഒരു ടേണും ഒരു ഷോട്ടും ഉണ്ടായിരുന്നു, അത് മാത്രമേ പറയണമെന്നുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ സാക്ക കൊടുത്ത ആ ഒരു ക്രോസ് പുള്ളി അവിടെ നിന്ന് പോയി. നല്ല ഷാർപ്പായിട്ട് സ്ട്രൈക്കറാണെന്നുണ്ടെങ്കിൽ അത് ഗോളാണ്. അത് പുള്ളിക്ക് എത്രത്തോളം പാസ് കിട്ടുന്നില്ല. കഴിഞ്ഞ ആഴ്ചക്ക് ഒരു ഒടുകാടിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് യോക്രസ് ഓടുമ്പോൾ ഒടുകാട് പാസ് ചെയ്തില്ല. പക്ഷെ അല്ലാതെ അത് ഒടുകാട് കൊടുത്താലും യോക്രസ് അടിക്കും എന്നുള്ളത് ഉറപ്പൊന്നുമില്ലേ. പുള്ളി ഷാർപ്പല്ലായിരുന്നു, തീരെ ഷാർപ്പല്ലായിരുന്നു. കളി സബ്സ് വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ബെറ്റർ ആയത്. ഇപ്പോൾ എന്താ പറയുക, ട്രൊസാർഡൊക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടി ഭേദപ്പെട്ട് കളി. പിന്നെ ലാസ്റ്റിൽ ജേസൂസ് വന്നിട്ട് കുറച്ചുകൂടി ഫ്രഷ് ലെഗ്സും കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൊണ്ടുവരാൻ പറ്റി യോക്രസിനേക്കാൾ. പുള്ളി അടിക്കാത്ത ഗോളാണെങ്കിലും ജേസൂസ് ആ പൊസിഷനിൽ അവിടെ ഹെഡ് ചെയ്യാനുണ്ടായത് കൊണ്ടാണ് വോൾസ് ഡിഫൻഡർക്ക് ഒരു ഓൺ ഗോൾ വന്നത്. വോൾസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സിറ്റുവേഷനിലാണ് അവർ. ഞാൻ അവരെ പല കളികളും ഈ സീസണിൽ കണ്ടിട്ടുണ്ട്. ഈവൺ അവർ അങ്ങനെ ബോട്ടം ഓഫ് ദ ടേബിൾ നിൽക്കേണ്ട ഒരു ടീമല്ല. പല കളിയിലും അവർക്ക് തീരെ ലക്കില്ലാണ്ട് തോറ്റ കളികളാണ് അവർക്ക് വന്നിട്ടുള്ളത്. ഈ കളിയിലും നന്നായിട്ട് കളിച്ചിട്ടൊക്കെ ഉണ്ട് അവർ. സാധാരണ കളിക്കുന്ന രീതിയിലല്ല കളിച്ചിരിക്കുന്നത്, പക്ഷെ കളിച്ചിട്ടുണ്ട്. അറിയാം, ശരിക്കും ഒരു പോയിന്റ് പോവായിരുന്നവർ, എന്തോ അവർക്ക് ലക്കില്ല. ടൈറ്റിൽ റേസിനെ സംബന്ധിച്ച് ആഴ്സണലിന് 3 പോയിന്റ് കിട്ടി. ഇപ്പോഴും ഗ്യാപ്പ് മാഞ്ചസ്റ്റർ സിറ്റിയും വില്ലയായിട്ടുള്ള ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ പെർഫോമൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീരെ കൺവിൻസിങ് ആയിരുന്നില്ല. ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് പീസും ലക്കും ഇത് രണ്ടാണ് ആഴ്സണലിനെ ഈ കളിയിൽ ജയിപ്പിച്ചത്. കാരണം ഈ കളിയിൽ ആഴ്സണലിൻ്റെ പെർഫോമൻസ് വളരെ വളരെ മോശമായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ബേസിക്കലി ഫറ്റീഗ് തന്നെയാണ് തോന്നുന്നത് എനിക്ക്. കാരണം ഇത്രയും സാധാരണ ഒരു മിക്കൽ ആർട്ടറ്റ ടീം കളിക്കുന്ന രീതിയിലല്ല ആഴ്സണൽ ഈ കളിയിൽ കളിച്ചിട്ടത്. വളരെ ടയർഡായിട്ടുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നത്. ആഴ്സണലിൻ്റെ കൺട്രോള് പാസ് ചെയ്തിട്ടുള്ള കൺട്രോൾ ഉണ്ടെങ്കിലും ആ ഡോമിനൻസ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ പൊസിഷൻ ഉണ്ടായിട്ടൊരു കാര്യമില്ല. ഓക്കെ, സപ്പോസ് ലെറ്റ്സ് സേ നമ്മൾ ഒരുപാട് പൊസിഷൻ ഉണ്ട്, കുറേ അറ്റാക്ക് ചെയ്തു, അവർ ഗോൾ കീപ്പറുടെ ദിവസമായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അൺലക്കി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് ഡോമിനൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അറ്റാക്കിങ്ങിൽ ശരിക്ക് കുറേ ഷോട്ട്സ് ഒന്നും ഉണ്ടാവില്ലെങ്കിൽ. കുറേ കാലം മുമ്പ് വെങ്ങറുടെ ഒരു ടീം യുണൈറ്റഡ് എമിറേറ്റ്സിൽ വന്നിട്ട് ഡെഗിയ ഒരു അമ്പരപ്പ് പെർഫോമൻസ് ആയിരുന്നു ഒരു ദിവസം. എനിക്ക് തോന്നുന്നൊരു 10-25 ഷോട്ടാണ് പുള്ളി അന്ന് തടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കളിക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ട്രൈ ചെയ്തിട്ട് അൺലക്കിയാണ് അല്ലെങ്കിൽ ഗോൾ കീപ്പർ പെർഫോമൻസോട് പോയെന്ന് വിചാരിക്കാം. ഈ കളി അങ്ങനെ ആയിരുന്നില്ല. ആഴ്സണലിൻ്റെ ഈ സീസണിൽ ഏറ്റവും മോശം കളിയായിരുന്നു ഈ കളി കണ്ടിട്ട്. അത് റെക്കോർഡിങ് കണ്ടത് എൻ്റെ ഭാഗ്യം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കളി കാണുമ്പോൾ ഭ്രാന്തായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, 3 പോയിന്റ് കിട്ടി, അത് തന്നെയാണ് വലിയ കാര്യം. നമുക്ക് ഈ സീസണിൽ ഇങ്ങനത്തെ പല കളികൾ ഉണ്ടാവാം. എസ്പെഷ്യലി നമ്മളിപ്പോൾ വില്ലയായിട്ടുള്ള കളി തോറ്റിട്ട് പിന്നീട് തിരിച്ച് കയറി ഈ കളി കൂടി തോറ്റിരുന്നെങ്കിൽ അത് വലിയൊരു അടിയായിരുന്നു, വലിയൊരു നരേറ്റീവ് ഉണ്ടാക്കുമായിരുന്നു മീഡിയയിൽ. ഇപ്പോൾ അതൊഴിവായി കിട്ടി, ആഴ്സണൽ ജയിച്ചു, പ്രശ്നങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെ പോകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു സിറ്റി പോയിന്റ് നിലയിൽ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീക്കിൽ മിഡ് വീക്കിൽ ഗെയിംസ് ഇല്ല. അപ്പോൾ ആർട്ടറ്റയ്ക്കും പ്ലേയേഴ്സിനും കുറച്ചും കൂടി ഫ്രഷ് ഐഡിയാസും ഈ കളിയിൽ എന്താണ് പറ്റിയെന്നുള്ള നോക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇനി ബാക്കി ഈ വീക്കെൻഡിലത്തെ ബാക്കി കളികളുടെയൊക്കെ ആയിട്ട് ഞാൻ ഓരോ ദിവസം ഇറക്കി വിടാം. എന്തായാലും ഈ ഒരു ആഴ്ചയിൽ സമയമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം.